ഒരിക്കലും ഇത് ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ 2002 ആഗസ്റ്റ് 23 മറ്റൊരു പ്രവർത്തനത്തിന് അവർ തുടക്കം കുറിച്ചു. എന്തായിരുന്നു ആ തുടക്കം എന്നറിയുമോ? ഷബാബ് എഴുതി മൻഹജ് വാദം, അഥവാ ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത് സച്ചരിതരായ സലഫിന്റെ മാർഗമനുസരിച്ചാണ് എന്ന വാദം. പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി. AP അബ്ദുൽ ഖാദർ മൗലവി അംഗീകരിക്കുന്ന KNM പിശാചിനെ വിളിച്ചു തേടുന്നവരാകുന്നു, പിശാചിനെ സേവിക്കുന്നവരാകുന്നു. 2012 അല്ല, 2002 ആഗസ്റ്റ് 23 ഷബാബ് എഴുതി. 2006, 2007 വീണ്ടും നമ്മൾ കണ്ടു അബ്ദുസലാം സുല്ലമി ഇന്റർവ്യൂ കൊടുക്കുന്നു. ആർക്ക്? സെൻസിങ്ങിന്, കാന്തപുരം വിഭാഗത്തിന്റെ. എന്നിട്ട് പറയുന്നു ഹെഡിങ് മൗലവി വിഭാഗം മുശ്രിക്കുകൾ. അബ്ദുസലാം സുല്ലമി. കാരണം എന്താ? സിഹ്റ് പലിക്കുന്ന പറയുന്നത് ശിർക്കാണ്. തീർന്നില്ല. 2012 ഒക്ടോബർ 19 ഷബാബ്. ആ ഷബാബിൽ എഴുതുന്നു AP വിഭാഗം മുജാഹിദുകൾ ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടിയാൽ അത് ശിർക്കാവില്ല എന്ന നൂതനവാദം അവതരിപ്പിച്ചു 2012. അപ്പൊ ഈ ശിർക്കാരോപണത്തിന്റെ സീനിയോറിറ്റി ആർക്കാ? അത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ മടവൂരികൾ കേസിലും. അത് 2002 മുതൽ 10 കൊല്ലം അവരെ ഏറ്റെടുത്ത ആയുധമാണ്. അപ്പൊ പടച്ചോനെ, ഇപ്പൊ ജിന്നിനോട് തേടാന്നാ അപ്പൊ KNM പറയുന്നത്. നമ്മളതിന് മറുപടി കൊടുത്തു. അതിന് തെളിവാക്കി കൊണ്ടുവന്ന യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിനാ ഒരു ലൈഫായ ഹദീസ് ഇങ്ങനെ വിവാദാക്കുന്നത്? വിവാദാക്കേണ്ട കാര്യമില്ല. അത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശിർക്കിന്റെ അഹ്ലുകാര് തെളിവാക്കി കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഹദീസ് ദുർബലമാണ്, നിങ്ങളത് തെളിവാക്കണ്ട. ഇനി സ്വഹീഹാണെങ്കിൽ തന്നെ അത് സ്വഹീഹാണെന്ന് വിചാരിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ വിളിച്ചത് അത് ശിർക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. പ്രായമുള്ളവർക്കറിയാം 1971 ഉമർ മൗലവി ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഇനി അത് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ വാദവിഷയത്തിന് അത് തെളിവില്ല. അപ്പൊ ഈ വിഷയം അങ്ങ് പഠിപ്പിച്ചപ്പോ ഇത് വെച്ചിട്ട് ഇതാ ജിന്നിനോട് തേടുന്നവരുണ്ട് എന്ന് മടവൂർ വിഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. അവരുമായിട്ട് ഇങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് KNMന്റെ 2011 ഇലക്ഷൻ വരുന്നത്. 2011 ഇലക്ഷൻ വന്ന സന്ദർഭത്തിൽ ചില ആൾക്കാർക്ക് ഒരു പേടി. പടച്ചോനെ, ശാഖ മുതൽ എന്തൊരു മുന്നേറ്റാണിത്. ദാവത്തും കുട്ടികളൊക്കെ ദീനൻസിന് ജീവിക്കുന്നു. ഇപ്പൊ നമ്മളൊന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവൂലേ? എന്താ ഇപ്പൊ ഇങ്ങനെ പോയാൽ? ഈ രൂപത്തിൽ ശാഖ മുതൽ സ്റ്റേറ്റ് വരെ മൻഹജിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ മുന്നേറ്റം നടക്കുമ്പോ ഈ ആദർശ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടന്നു. ഇസ്ലാമിക സാമ്രാജ്യത്തെ തകർക്കാൻ അബ്ദുല്ലാഹിബ്നു സബയാകുന്ന ജൂതനെ കടത്തിവിട്ട ചരിത്രം നമുക്കറിയാം. എന്നാൽ എന്തു ചെയ്യുന്നറിയോ? ആദർശ രംഗത്ത് മടവൂർ വിഭാഗവും നമ്മളും തമ്മിലുള്ള ആശയ സമരത്തിൽ അവർ പരാജയപ്പെട്ടു. പെട്ടിയും പൂട്ടി മാർക്കസ് ദേവ പോയി കുത്തിരിക്കുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് പോക്ക, 120 സ്പീഡിലല്ലേ KNM പോകുന്നത്. പറഞ്ഞു ഇനിയിപ്പോ ഉള്ളിൽ കയറലല്ലാതെ വേറെ രക്ഷൊന്നും. ആരാപ്പ നമുക്ക് കിട്ടുക? ഒക്കെ ISM ശക്തം, MSM ശക്തം, KNM ശബ്ദം ശക്തം. പക്ഷെ ഈ ജിന്നും സീറോ ഒക്കെ മാതൃസംഘടനയുടെ ഒപ്പം നമ്മൾ നിൽക്കണം. എന്ത് പറഞ്ഞാലും KNM എവിടെയാണോ അവിടെ ഞാൻ നിൽക്കൂ എന്ന് പറഞ്ഞ് കുറച്ചാൾ ഇതിൽ കൂടി ഒരു വിഷയമൊന്നും പഠിച്ചില്ല. ഓർക്ക് KNM എവിടെ അവിടെ ഒരു നിൽക്കുക. എന്നാലും നമ്മളെ പള്ളിയൊക്കെ KNM അല്ലേ, വിമതൻ എന്നുള്ള പേര് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളൊപ്പാണ് എന്ന് പറഞ്ഞ് കുറച്ചാൾ കൂടി ഓർക്ക് ജിന്നും സീറും വന്നപ്പോ റസൂലുള്ളാഹിക്ക് സാധനം അംഗീകരിക്കാൻ പറ്റില്ല. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആ നിന്നെ കിട്ടൂല, ഇതിന്റെ ഉള്ളിൽ കിട്ടും. അത് ഖുർആൻ ആകുന്ന മനുഷ്യൻ നീക്കത് പോകില്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ കിട്ടി, KKP അബ്ദുള്ള. ഓനോട് പറഞ്ഞു, മോനെ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കാൻ, എന്നെ കിട്ടിയത് നന്നായി. ഇവരങ്ങാടിയിൽ ഉപയോഗിച്ച ഈ ക്ലിപ്പ് അടങ്ങുന്ന CD ഒരു ഡോക്യുമെന്ററി ആക്കി ഓൻ്റെ ഈ കൊടുത്തു. ഈ കൊണ്ടോട് പറഞ്ഞു. ഓൻ കുത്തു പറയുന്ന ആളാ, ഇസ്ലാമിൽ ഏത് നാളാ, ISMന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാ. അപ്പോൾ തളിപ്പറമ്പ് ശാഖയിൽ പോയി, മണ്ഡലത്തിൽ പോയി, ജില്ലയിൽ പോയി, എല്ലാ സ്ഥലത്തും ഈ ക്ലിപ്പ് കൊടുത്തു. സ്റ്റേറ്റ് കൗൺസിൽ നടക്കുമ്പോ ആ സ്റ്റേറ്റ് കൗൺസിലിൽ വെള്ളൂരിൽ ഒരു സംസ്ഥാന കൗൺസിലർ മടവൂരികൾ കൊടുത്ത ഈ കട്ട് ചെയ്ത ഈ ക്ലിപ്പിലടങ്ങുന്ന കീസുമായി അബ്ദുൽ ലത്തീഫ് വെള്ളൂർ സാഹിബ് വന്നു. അദ്ദേഹം നമ്മുടെ കോഴിക്കോട്ടെ PK നസീർ എന്ന പ്രവർത്തകന്റെ ഇത് CD എല്ലാവർക്കും കൊടുക്കണം, നല്ല കാര്യമല്ലേ, ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തു. ആ CD എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കിട്ടി, സ്റ്റേറ്റ് കൗൺസിലറാണ്. അതിലുള്ള ഒരൊറ്റ തട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു രംഗം സക്കരിയ സ്വലാഹി പ്രസംഗിക്കുകയാണ്. ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചു എന്ന് കരുതുക.
അയാൾ ഏർവാടിയിൽ പോയാൽ ഒരു പക്ഷേ പിശാചങ്ങ് മാറിക്കൊടുക്കും, അയാൾക്ക് അസുഖം മാറിയതായി തോന്നും. കഴിഞ്ഞു. ഇത് കേട്ട എന്താ മനസ്സിലാക്കുക? പടച്ചോനെ, ഏർവാടി പോകാനാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. ഈ ഒറ്റ കുട്ടിനെയും നമുക്ക് കയറ്റാൻ പറ്റൂല. ഓനൊന്നും മെമ്പർഷിപ്പ് എടുക്കല്ലേ ആൾക്കാരോട്. കാരണം തൗഹീദല്ല വിഷയം. ഈ ക്ലിപ്പിന്റെ ബാക്കി എന്താണെന്നറിയോ? അങ്ങനെയാണ് പിശാച് ശിർക്കിലേക്കും അതുവഴി നരകത്തിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് അപ്പണിക്ക് പോവരുന്ന ബാക്കി അതാ കട്ടി. ഇതാണ് KKP കൊടുത്ത ക്ലിപ്പ്. ഈ ക്ലിപ്പുമായി നമ്മുടെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി. KKP പറയാണ്, എമ്മമ്മദിന്റെ അടുത്ത് പോയി. എമ്മമ്മദിന് പടച്ചോനെ പേടിച്ചു, സലഫിനെ പേടിച്ചിട്ട് എനിക്ക് സമയം തന്നത്. അങ്ങനെ ഞാൻ കേൾപ്പിച്ചു കൊടുത്ത് എല്ലാവരും തെറ്റിദ്ധാരണ എല്ലാവരിലും പകർത്തി. പണ്ഡിതന്മാർക്ക് തെറ്റിദ്ധാരണ പരത്തി. അങ്ങനെ ഒരു പ്രവർത്തനം ഇതിന്റെ ഉള്ളിൽ നടന്നു. പക്ഷേ ആ പ്രവർത്തനം തുടങ്ങിയ സ്ഥലത്ത് തന്നെ പിടിക്കപ്പെട്ടു. തളിപ്പറമ്പ് യൂണിറ്റ് ISM കയ്യോടെ പിടിച്ചു. ശാഖയെന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. മേഖലയിൽ, ജില്ലയിൽ, സ്റ്റേറ്റിലും പിടിച്ചു. അതിനിടയ്ക്ക് KKP ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ മടവൂർ വിഭാഗത്തിന്റെ ഖുർആൻ ഹദീസ് വിരുദ്ധ പരാമർശങ്ങൾ കുത്തി നിറച്ചു. 9/9/2011 ഷബാബ് ആ പുസ്തകത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. നല്ല ബുക്കാന്ന് പറഞ്ഞു ഷബാബ്. ആ പുസ്തകത്തിന്റെ 2ാം എഡിഷൻ മഞ്ഞച്ചട്ടയോടുകൂടി ഇറങ്ങി. ISM കൊടുത്ത പരാതി KNM പരിശോധിച്ച് അതിന്റെ ഫലം 28/10/2011 നിലമ്പൂരിൽ നടന്ന KJU വിശദീകരണത്തിൽ, ആ വിശദീകരണ യോഗത്തിൽ KJU അതിന്റെ പ്രഖ്യാപനം നടത്തി. എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ ഭാഗമാണ് KKP അബ്ദുള്ളയും ഒപ്പമുള്ളവരും. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകവുമായിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ അന്നത്തെ നീല പുസ്തകത്തിന് സമാനാണ് ഇന്നത്തെ മഞ്ഞ പുസ്തകം. ആ KKP ഇപ്പോൾ എവിടാന്നറിയോ? മടവൂർ വിഭാഗത്തിന്റെ ISMന്റെ പാലക്കാട് സമ്മേളനത്തിലെ പ്രസംഗകൻ. അയാൾ തറവാട്ടിലേക്ക് തിരിച്ചുപോയി നടത്തും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഗൂഢസംഘമുണ്ട് എന്നാ പറഞ്ഞത്. ഒരുത്തനെ പോയി, ബാക്കി ആരാ ഉള്ളത്? KKP അങ്ങോട്ട് പോയപ്പോ ഒരു സുല്ലം ഇങ്ങോട്ട് ഇറങ്ങി. അത് നമുക്ക് എല്ലാവരും കാണാൻ കഴിയുന്നുണ്ട്. KKP പറഞ്ഞ അതേ വാദങ്ങളും അതേ ക്ലിപ്പുകളുമായി ഒരു സുല്ലമി, നാസർ സുല്ലമി ഇവിടേക്ക് ഇറങ്ങി വന്നു. അവിടെ ഫില്ല് ചെയ്യണമല്ലോ. ഒരുത്തൻ അങ്ങോട്ട് കയറിയ ഒറ്റ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഒരു ഗൂഢസംഘം ഇതിന്റെ പിന്നിലുണ്ട്. ഈ മഞ്ഞ പുസ്തകം, നീല പുസ്തകം, 180 പേജുള്ള നീല പുസ്തകം ഉയർത്തിപ്പിടിച്ച് അബ്ദുറഹിമാൻ സലഫി ചെമ്മാട് പ്രദേശത്ത് പ്രസംഗിച്ചിട്ടില്ലേ? ഈ നീല പുസ്തകം എന്തേ ഇപ്പോഴത്തെ മഞ്ഞ പുസ്തകം എടുത്ത് ഈ മഞ്ഞ പുസ്തകം എന്തേ പറയാത്തത്? എന്തേ ഈ മഞ്ഞ പുസ്തകത്തെ പറ്റി മിണ്ടാത്തത്? എന്തേ KJU പ്രഖ്യാപിച്ച ഗൂഢസംഘത്തെ കുറിച്ച് മിണ്ടാത്തത്? ഈ ഗൂഢസംഘത്തിലെ KKP അബ്ദുള്ളക്ക് സകല സഹായവും ചെയ്തത് അബ്ദുറഹിമാൻ സലഫിയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു കുമ്പസാരം നടത്തി. ഞാൻ അങ്ങനെ പനി പിടിച്ചു പറഞ്ഞു ഏതാണെന്ന്. സലഫിനെ പറ്റി പറഞ്ഞൊക്കെ പനി പിടിച്ച്, ഇതൊക്കെ പറ്റി പറഞ്ഞ പനി പിടിക്കാതെ പനി പിടിച്ചു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ കുമ്പസാരത്തിന്റെ വാചകങ്ങൾ എഴുതി കൊടുത്തതാരാ? 2012 ജനുവരി 1-ാം തീയതി വളവട്ടണത്ത് വെച്ച് KKPയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. വീട്ടു നമ്പർ അടക്കം, റൂമടക്കം, ക്യാമറ കൊണ്ടുപോയ ഭാരവാഹി അടക്കം തെളിവിപ്പോൾ നിൽക്കുന്നു. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ചാരപ്രവർത്തനം നടത്തി ശക്തമായ ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പിന് ചുക്കാൻ പിടിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, 2012 ഇലക്ഷൻ സന്ദർഭത്തിൽ അതാ വരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച വന്നു. എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ആരാണ് അങ്ങനെ ഇവിടെ ചർച്ച ചെയ്തത്? ആരും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഇലക്ഷനിലാണ് ശിർക്കാരോപണം എന്ന മടവൂരികളുടെ ആയുധം. അങ്ങനെ തന്നെ വായ്പ വാങ്ങി ജിന്നിനോട് തേടുന്നവരുണ്ട്. ഇന്നാൾ ജിന്നിനോട് തേടുന്ന ആളാണ്. അതിന് ഏറ്റവും ഇരയായ സക്കരിയ സ്വലാഹി. അദ്ദേഹം പറഞ്ഞു, വിജനപ്രദേശത്തോ സ്വജനപ്രദേശത്തോ, അതേ ഭൗതികമോ അഭൗതികമോ ആയ ഹാജറോ ഹാജറില്ലാത്തതോ ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിൽ വിളിച്ചു തേടാൻ പാടില്ല. യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. അദ്ദേഹം വ്യക്തമാക്കി, എഴുതി. നാവ് മൂടിക്കെട്ടിയതുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റൂല, വിലക്കേർപ്പെടുത്തി. അദ്ദേഹം എഴുതി, പ്രസംഗിച്ചു. KNMന്റെ ഒരു സംസ്ഥാനതല യോഗം നടക്കുമ്പോ ഈ ജില്ലയിലെ ഒരു ബഹുമാന്യരായ കാരണവർ ആ റൂമിലേക്ക് പ്രവേശിക്കാതെ കസേരയിൽ പുറത്തിരിക്കുകയാണ്. ചോദിച്ചു, എന്താ ഉള്ളിൽ കയറാത്തത്? ഒന്നുമില്ല മോനെ, ഞാൻ സക്കരിയന്റെ പ്രസ്താവന വായിച്ചു മാതൃഭൂമി പത്രത്തിൽ. അല്ലാഹു അല്ലാത്ത ജിന്നോ മലക്കോ ഒന്നിനോടും വിളിച്ചു പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ലത് ശിർക്കാണ്. ഈ ശിർക്കാരോപണം ഇവർ നടത്തുമ്പോ നാളെ പരലോകത്ത് സക്കരിയ ഈ മാതൃഭൂമി പത്രവുമായി വന്നാൽ ഞാൻ എന്ത് ചെയ്യും?
എന്ന് ചോദിച്ച കാരണവർ ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളായിരുന്നു. വ്യക്തമായി എഴുതി കൊടുത്ത് എനിക്ക് അങ്ങനെ വാദമില്ല, പക്ഷേ നിനക്ക് അങ്ങനെ വാദമുണ്ട്. ഞാൻ പറയാം എന്റെ പേര് CP സലീം എന്നാണ്. അല്ല, നിന്റെ പേര് പോക്കരുന്നാണ്. അല്ല, എന്റെ പേര് പോക്കരുന്നാണ്. ഈ അത് സമ്മതിച്ചില്ല, എന്നെ പുറത്താക്കും. ഞാൻ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യും? ഹുസൈൻ സലഫി പ്രസംഗിച്ചു, സഹോദരങ്ങളെ, ഞങ്ങളാരും ജിന്നിനോട് തേടുന്നില്ല. സമസ്തക്കാരാണ് മൈമൂൻ ജിന്നിനെ വിളിക്കുന്നത്. എന്നിട്ട് മൗലൂദും റാത്തി ബോധിക്കൊടുത്തോര് വിളിക്കുന്നേ സലഫി. മൂപ്പര് ജിന്നിന്റെ ആളാണ്, മൂപ്പര് ജിന്നിന്റെ ആളായി. അങ്ങനെ എല്ലാവരെയും പുറത്താക്കുക, എല്ലാ ശിർക്ക് ആരോപിച്ച് പുറത്താക്കുക. പുറത്താക്കി ഇപ്പൊ എത്ര ആളെ പുറത്താക്കി ആർക്കും എണ്ണറിഞ്ഞൂടാ. കാരണം പോസ്റ്റ്മാൻമാർക്ക് മുഴുവൻ പണിയാണ് ഈ പുറത്താക്കിയ കത്ത് കൊണ്ട് കൊടുക്കുക. അതിന് പ്രത്യേകം ഒരു കോപ്പിയർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരികയാണ്, അങ്ങനെ പോവുക, പുറത്താക്കുക. നമ്മൾ കേട്ടത് എന്താ? സമസ്ത പോയി, ജമാഅത്ത് പോയി, ചേകനൂര് പോയി, CN പോയി, മടവൂര് പോയി. ഇപ്പോഴോ സക്കരിയ പോയിട്ടില്ല, പോക്കി. ഹുസൈൻ സലഫിയെ പോക്കി, മുജാഹിദ് ബാലുശ്ശേരിയെ പുറത്താക്കി. ആ പരമ്പര ശരിയാവുന്നില്ലല്ലോ, പുറത്താക്കുക. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? ഈ മടവൂരികളുടെ ശിർക്കാരോപണം എടുത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാത്ത, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ക്ഷേത്രമുറ്റത്ത് പോയി സംസാരിച്ച സഹോദരനെതിരെ ജിന്നിനോട് തേടുന്നവരാണെന്ന് പറയുമ്പോ ആ ശിർക്കാരോപണമല്ലേ പുറത്തു പോകേണ്ടത്? ഈ മഞ്ഞ ബുക്കുമായി നടക്കുന്നവരല്ലേ പുറത്തു പോകേണ്ടത്? അവരിതിന്റെ ഉള്ളിൽ നിന്നു. പുറത്തു പോകേണ്ടവർ ഉള്ളിൽ നിന്നു, ഉള്ളിൽ നിൽക്കേണ്ടവർ പുറത്തായി. പക്ഷെ ഇവര് ഉള്ളിൽ നിന്നപ്പോ ലെറ്റർ പേഡും സീലും എടുത്ത് നമ്മൾ കുടുങ്ങി. ലെറ്റർ പേഡും സീലും എടുത്തിട്ട് പറഞ്ഞ് ഞങ്ങളാണ് കേന്ദ്രം എന്ന് പറഞ്ഞു. ആ കഴിയോ സഹോദരങ്ങളെ? ഇപ്പൊ ഈ ചെമ്മാട് പ്രദേശത്തൊക്കെ മിക്കവാറും ആൾക്കാർ ജിന്നോട് തേടുന്നവരാ. തിരൂരങ്ങാടി പറയും വേണ്ട, കംപ്ലീറ്റ് ജിന്നിനോട് തേടുന്നവരാ. കേരളത്തിലെ ഹുസൈൻ സലഫി ജിന്ന്, പിന്നെ മുജാഹിദിന്റെ പറയും വേണ്ട, എല്ലാരും ISM MSM ഒന്നാകെ ജിന്നോട് തേടല. ഇതെന്താ പഠിച്ചോ? എന്താ ഈ കേൾക്കുന്നത്? ഒരാള് പറയണ്ടേ? ഈ സദസ്സിൽ ഒരാൾക്ക് ജിന്നെ കാക്കടേ എന്ന് തേടാമെന്ന് പറയുന്ന ഒരാള് ഈ സദസ്സിലുണ്ടോ സഹോദരങ്ങളെ? എന്തൊരാരോപണമാണിത്! നാളെ പരലോകത്ത് ഇത് തിരിച്ചടിക്കും. ഒരാൾക്കെതിരെ ശിർക്ക് ആരോപിക്കുകയും അയാളത് ചെയ്യുന്നില്ലെങ്കിൽ ആ ശിർക്ക് ആരോപിച്ചവരിലേക്ക് തിരിച്ചു വരുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോട് ഇത് പരലോകത്തിന്റെ വിഷയമാണ്, ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളി സഹോദരങ്ങളെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പായിരുന്നു വിഷയം. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ ജില്ലയിൽ എന്റെ സുഹൃത്തുക്കൾ, ഈ സഹസ്രം എനിക്കറിയില്ല, നബീൽ രണ്ടത്താണി, അബ്ദുറഹ്മാൻ അൻസാരി, ഇവരൊക്കെ നേരത്തെ കേരളത്തിന്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഷാനവാസ് പറവണ്ണ പോലെയുള്ള ആൾക്കാർ. അവരൊന്നും പറ്റൂല, 40 വയസ്സുള്ളവർ പറ്റൂല. പ്രത്യേകം സർക്കുലർ ഉണ്ട്. ISM MSM ഒന്നും തീരെ പറ്റൂല. എന്നാൽ ഇവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഡോക്ടർ സുൽഫിക്കർ അലി, മൂപ്പർക്ക് വരാം. മൂപ്പര് സ്റ്റേറ്റ് സെക്രട്ടറി ആയി. അതെങ്ങനെ? എലക്ഷൻ നടക്കുമ്പോൾ അബ്ദുറഹ്മാൻ അൻസാരി ISM-ന്റെ വൈസ് പ്രസിഡന്റ്, പ്രായം കഴിയുന്നു, അടുത്ത ടൈമിൽ ISM നിൽക്കാൻ പറ്റില്ല, KNM-ലേക്ക് സ്വാഭാവികമായിട്ട് വരണം. അതേപോലെ ഡോക്ടർ സുൽഫിക്കറിന് വലസും കഴിഞ്ഞു, അദ്ദേഹം അടുത്ത് KNM-ലേക്ക് പോകണം. അബ്ദുറഹ്മാൻ അൻസാരി വരാൻ പറ്റില്ല, സർക്കുലർ. സുൽഫിക്കർ അലി ഇതെന്ത് നിയമ? അതാ ജിന്നല്ല പ്രശ്നം, സിഹിർ അല്ല പ്രശ്നം, പൊളിറ്റിക്സ് ആണ് പ്രശ്നം. പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിന്നും സിഹിറൊന്നും അല്ല. അതിലൊക്കെ ഖുർആനും ഹദീസും എന്താ പറഞ്ഞത് അതനുസരിച്ച് മുന്നോട്ട് പോകൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണും. ഇവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലം ഈ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് അവസാന സമയത്ത് ജിന്നിനോട് തേടുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരവസാന കാലം വരിക എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രായമുള്ള പണ്ഡിതന്മാരൊന്നും അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ അവർ പറയണം, ഒരാളെ കാണ്ടി നീ ജിന്നിനോട് തേടുന്ന ആളല്ലേ, ഇതാ ഇന്നാള് ജിന്നിനോട് തേടും. ഒരാളെ കാണിക്കാൻ കഴിയണ്ടേ? കാണിക്കാൻ കഴിയുന്നില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദ് പറയുന്ന ആളുകളൊക്കെ ശിർക്ക് ആരോപിച്ച് മാറ്റി നിർത്തുക. ഇവിടെ ആരാ സന്തോഷിക്കുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളല്ലാതെ ആരും ഇവിടെ സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടമാണിത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്കറിയുമോ, നമ്മൾ പരിപാടി വെച്ചാല് ചില സമസ്തന്റെ പള്ളിയിൽ നിന്ന് പറയും, ഇവിടെ പുത്തൻവാദികൾ വന്നിട്ടുണ്ട്, ഒരൊറ്റ കുട്ടി അങ്ങോട്ട് പരിപാടിക്ക് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് ഇറക്കും, എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക.
എന്നിട്ട് താഴത്തും ഇസ്ലാഹി പ്രഭാഷണം പറയാ. എന്താ കേട്ടാല് ചെവി തുറച്ചു. അങ്ങനെ ഉണ്ടോ ബുദ്ധി പണയം വെക്കല്? ഈ വാ എന്ന് പറഞ്ഞല്ലേ നമ്മൾ പരിപാടിക്ക് ആളെ ക്ഷണിക്കല്. അതുകൊണ്ട് മുജാഹിദുകൾ എപ്പോഴും നോട്ടീസിൽ വെക്കും, എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക. എന്നാൽ ഈ അടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ സർക്കുലർ, സക്കരിയ സലാഹിയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുക്കുന്നവരെ ലിസ്റ്റ് ഉടൻ ഇവിടെ എത്തിക്കണം. ഇത് KNM പറയാൻ പറ്റിയാണ്? ഒരാളെ പരിപാടി കേൾക്കാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല എന്ന് സർക്കുലർ കൊടുക്കുന്ന ഒരു KNM ഈ സദസ്സിലിരിക്കുന്ന മുതിർന്ന കാരണവന്മാരെ നമുക്ക് പരിചയമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അങ്ങനെയും സർക്കുലർ വന്നു, ആ രൂപത്തിലും സർക്കുലർ വന്നു. അതൊന്നും നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ ശൈലിയിലും പെട്ടതല്ല. അതുകൊണ്ട് സക്കരിയ സ്വലാഹിയുടെ ചെലവിലല്ല മുജാഹിദുകൾ ജീവിക്കുന്നത്. അദ്ദേഹം ഖുർആനോ സുന്നത്തിനെതിരെ പറഞ്ഞാൽ ചാവിട്ടി അങ്ങോട്ട് പുറത്താക്കും. ഇത് ആദർശാണ്, വ്യക്തികൾക്കല്ല ഇവിടെ സ്ഥാനം, ആദർശത്തിനാണ് സ്ഥാനം. അപ്പൊ ചില ആൾക്കാർ ജീവിക്കും, എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും നേതൃത്വത്തെ അനുസരിക്കട്ടെ. അല്ല, മടവൂര് നമ്മൾ എന്താ പറയുക, മടവൂർ പോയപ്പോ നേതൃത്വത്തോടൊപ്പം, അതേ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്ന നമ്മൾ പറഞ്ഞത് എന്താ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ശരി. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. എവിടെ പോയി ഉലിൽ അംർ? ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് 3 അനുസരണം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഉലിൽ അംർ ഇല്ല, കാരണം അത് വഹിയല്ല, ഖുർആൻ ഹദീസ് വഹി. അപ്പൊ സഹോദരങ്ങളെ, മടവൂർ പ്രശ്നമുണ്ടായപ്പോൾ ആദർശം KJU-വിനോടൊപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ KJU-വിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മടവൂർ വിഭാഗത്തിന്റെ ആ ശിർക്കാരോപണം KJU-വിന്റെ പേരിൽ ആദർശ വിശദീകരണങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് പറയാണ്, കുറച്ച് ആൾക്കാർ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, അത് അംഗീകരിച്ചില്ലെങ്കിൽ ശരിയാവില്ല, നിങ്ങൾ മാറ്റി നിർത്തുന്നു. അപ്പൊ ഇല്ലാത്തൊരു ശിർക്ക് ഉണ്ടെന്ന് നേതൃത്വം പറഞ്ഞത് കൊണ്ട് ശിർക്ക് ചെയ്യാത്ത ഒരാളെ പറ്റി ശിർക്ക് ചെയ്തു എന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ? ബഹുമാനപൂർവ്വം അനുസരിക്കാതിരിക്കും. അതപ്പോ മുജാഹിദുകൾ ചെയ്യുന്നത്, അതാ മുജാഹിദുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് എന്തു പറ്റിപ്പോയി എന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന എത്രയോ മഹാന്മാരായ വ്യക്തിത്വങ്ങൾ രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് എന്തു പറ്റിപ്പോയി? എന്നിട്ട് നോക്കൂ നിങ്ങൾ, മടവൂർ വിഭാഗം പിരിഞ്ഞു പോയപ്പോൾ അവരുടെ യുവജന വിഭാഗത്തെ പിരിച്ചുവിടാൻ വേണ്ടി ഏകദേശം 6 മാസക്കാലത്ത് അന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ISM-നെയും MSM-നെയും മരവിപ്പിച്ചു എന്ന് പറയുന്നു. അതിനുവേണ്ടി ഒരു 50 പൈസയുടെ പോസ്റ്റൽ കാർഡ് പോലും അയച്ചിട്ടില്ല, പിരിച്ചുവിട്ടു. ബഹുമാന്യനായ KNM-ന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ വ്യക്തി മലപ്പുറത്ത് പ്രോഫ്കോൺ മുടക്കുന്നതിന് വേണ്ടി SP ഓഫീസിന്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം 2 മണി കഴിയുന്നത് വരെയും ചെലവഴിച്ചു. 2:35 വരെയും പ്രോഫ്കോൺ ഒന്ന് മുടക്കാൻ അവിടെ ചെലവഴിച്ചു എന്നത് ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പരിപാടി മുടക്കലല്ലോ നമ്മുടെ ഡ്യൂട്ടി. ആരാണ് നമ്മുടെ പെർമിഷൻ മുടക്കാൻ നടക്കാറുള്ളത്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ആ പ്രവർത്തനം അവർ ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തി അവർക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നാൽ പ്രോഫ്കോൺ അല്ലാഹു വിജയിപ്പിച്ചു, മരവിച്ചിട്ടില്ല, മരവിക്കുന്ന പ്രശ്നമില്ല. വിദ്യാർത്ഥി സമൂഹം MSM-ന് ഉറച്ചു നിന്നു. അറബി കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് കോഴിക്കോട്ട് സദസ്സുണ്ടാക്കേണ്ട അവസ്ഥ വന്നത് ആദർശത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. വിദ്യാർത്ഥികൾ അങ്ങോട്ട് വരാത്ത, അവിടെ ഉള്ള വിദ്യാർത്ഥികൾ പോലും മലപ്പുറത്തേക്ക് വരാൻ കാരണം അതാ, മലപ്പുറത്ത് വലിയ ഭക്ഷണമുള്ളത് കൊണ്ടല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മുജാഹിദുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഒരാളുടെ കയ്യിൽ ഒരു മെഴുകുതിരി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഈ മെഴുകുതിരി കെട്ടുപോകാതെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു? മെഴുകുതിരിയും പിടിച്ച് ഇങ്ങനെ പിടിച്ച് പോയി കുണ്ടിൽ വീണു. എന്തിനായിരുന്നു മെഴുകുതിരി കൊടുത്തത്? വല്ല കുണ്ടും ചെളിയൊക്കെ ഉണ്ടോ നോക്കാനാ. അതുപോലെ സംഘടന നിർവഹി കുണ്ടിൽ വീർന്നു. സംഘടന എന്ന് പറയുന്നത് ആദർശ സംരക്ഷണത്തിനാണ്. മഹാനായ KM മൗലവി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, അദ്ദേഹം KNM-ന് വേണ്ടി ആദ്യം എഴുതിയുണ്ടാക്കിയ മെമ്പർഷിപ്പ് ഫോം ഒന്ന് വായിച്ചു നോക്കണം. അൽമനാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1950.
ഖുർആനും സുന്നത്തും അനുസരിച്ച് നേതാവ് നടക്കുന്നിടത്തോളം കാലം നേതാവിനനുസരിക്കുന്നു. വല്ലാത്തൊരു പദപ്രയോഗം. ഖുർആൻ സുന്നത്തിനെ അനുസരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ചത് ഇപ്പൊ പറയുന്നു, ഗൾഫിലെ സലഫി സംഘടനകൾ എന്തിനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എന്താ? അവർക്ക് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ എന്നാ ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ മറ്റു സലഫി സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്തിനാ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നെന്നാ ചോദിക്കുന്നത്. എന്നാൽ ഈ കത്ത് എന്താണെന്നറിയാമോ? ഇത് അന്ന് ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ തന്ന ഫയലിൽ നിന്നെടുത്തതാ. രാപ്പകലില്ലാതെ ഓടി നടക്കാൻ ഞങ്ങളോട് പറഞ്ഞു ഈ കത്തുമായി. എന്താ കത്ത്? ഹുസൈൻ മടവൂർ സാഹിബിനെ സെക്രട്ടറി ആക്കാൻ പറ്റൂല. എന്താ കാരണം? ജനാബ് അബ്ദുറഹിമാൻ സലഫി അവർകൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 10/3/2000 ബേപ്പൂർ ജനാബ് PV ഹസൻ സാഹിബിന്റെ വീട്ടിൽ വെച്ച് മധ്യസ്ഥന്മാർ പ്രഖ്യാപിച്ച തീരുമാനത്തിലെ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ താങ്കളുടെയും ജനാബ് ഹുസൈൻ മടവൂരിന്റെയും പേരുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യം അറിയാമല്ലോ. മധ്യസ്ഥ തീരുമാനമനുസരിച്ച് തന്നെ ഹുസൈൻ മടവൂരും അറബികളായ ചില സലഫി ശൈഖന്മാരും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടെ ആയിരിക്കും ഇത് നടപ്പിൽ വരിക. അപ്പൊ അബ്ദുറഹ്മാൻ സലഫിക്ക് KNM സെക്രട്ടറി ആകണമെങ്കിൽ അറബി ഷെയ്ഖിന്റെ ഒപ്പ് വേണം. ഇപ്പൊ ചോദിക്കുക, എന്തിനാ യായി ബാദിലെ വിഷയം ഓരോരുത്തർ കൊണ്ട് നമുക്ക് തന്നെ പറഞ്ഞാൽ പറയാം. നമ്മൾ ഒരു കാര്യം, നമ്മെക്കാൾ വിവരമുള്ള ഒരാളും ലോകത്തില്ല നമ്മൾ പറയരുത്. അങ്ങനെ ഉണ്ടല്ലോ. കേരളത്തിലുള്ള ആലിമീങ്ങളെക്കാളും വിവരമുള്ള ഒരാളും ലോകത്ത് എവിടെ, അങ്ങനെ നമ്മൾ പറയരുതല്ലോ. ഒരു സഹോദരൻ ഫൈസൽ മുസ്ലിയാരുമായി ഒരു സംവാദം നടത്തിയ പറയാ, ആലു ഷെയ്ഖ് മൂപ്പര ഫത്വയൊക്കെ തോട്ടിൽ കയറിയണം. അല്ലാഹുവേ, എന്താ ഈ പറയുന്നത്? ആ തരത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചെല്ലരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഞാനിവിടെ ഈ വിശദീകരണം മതം സുരക്ഷയാണ് എന്ന വിഷയത്തിന്റെ അവസാന ഭാഗം ഈ കാര്യം എന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ സംഘടനയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പ്രശ്നമൊക്കെ ഒന്ന് തീർന്നിട്ട് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാം എന്നാരും തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗൾഫ് സലഫികളുമായുള്ള നമ്മുടെ ബന്ധം. ഹുസൈൻ മടവൂരിനും അബ്ദുറഹ്മാൻ സലഫിക്കും രണ്ടുപേർക്കും സെക്രട്ടറിമാരാകണമെങ്കിൽ ഹുസൈൻ മടവൂരുമായുള്ള പ്രശ്നം അറബി ശൈഖന്മാരുമായി ചർച്ച ചെയ്ത് തീർത്തിട്ട് ഇവിടെ ഒരു വ്യക്തി സെക്രട്ടറി ആകണമെന്ന് പോലും തീരുമാനമെടുക്കൂ. അത്രയും ബന്ധ. നേരത്തെ 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് എന്ത് അറബി ശൈഖന്മാർ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കത്ത് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിലേ ഓർമ്മ വേണ്ട. ഇത് ഞങ്ങളെ തന്ന ഫയല് CP സലീം എടുത്തോ, ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ചോ, മുജാഹിദ് ബാലിഷ് ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ചോ, അന്ന് കിട്ടിയ ഫയലിന് എടുത്ത അടയാളം, ഫോട്ടോ കോപ്പിന്റെ അടയാളം പോലും കാണാം. AP അബ്ദുൽ ഖാദർ മൗലവി വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ച് രാവിലെ വരുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അല്ല കുട്ടികളെ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അന്ന് എടുത്ത ഫോട്ടോസ്റ്റാറ്റ് അത്. മനസ്സിലായില്ലേ? അപ്പൊ മടവൂരി പ്രശ്നം വന്നപ്പോൾ ഓടി നടന്ന ആളുകളൊക്കെ ഇപ്പോഴെവിടെ? അവർ ആ പ്രശ്നത്തിന്റെ ഗൗരവം ആത്മാർത്ഥമായി മനസ്സിലാക്കി. ഇന്ന് അതേ വാദം, ശിർക്ക് ആരോപണം നേതാക്കന്മാർ പറയുമ്പോൾ നേതാക്കന്മാരാണല്ലോ, അതുകൊണ്ടത് ശരിയായിരിക്കും എന്ന് ചിന്തിക്കരുത് എന്നാ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നേതാക്കന്മാരെ അനുസരിക്കാതിരിക്കൽ അവർ പറഞ്ഞതിനെ അനുസരിക്കൽ തന്നെയാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെമ്മാടും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ ശക്തമായ ദഅവ നടക്കണം, സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം. നിരാശ മുറിയാതെ ഏത് സന്ദർഭത്തിൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാലും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പോകണം. നമ്മൾ ഈ വിഷയങ്ങളിൽ നമുക്ക് എതിർപ്പുള്ളവരോട് ഒരിക്കലും പരുഷമായി നമ്മൾ പെരുമാറരുത്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എന്തിനു വേണ്ടി നമ്മൾ ഭിന്നിച്ചു നിൽക്കുന്നു? എന്താ വിഷയം? വല്ല വിഷയമുണ്ട് സഹോദരങ്ങൾ? ഒന്നുമില്ലല്ലോ. ഇല്ലാത്തൊരു വിഷയം ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കി തീർത്തതാണ്. അതുകൊണ്ട് കൂടുതൽ അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ തൗഹീദി മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുമാറാകട്ടെ, ഈ സുന്നത്തിന്റെ പ്രചാരണത്തെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, മനസ്സുകളെ തമ്മിൽ അകറ്റുന്ന ഈ പിശാചിയൻ പ്രവർത്തനത്തിൽ നിന്നും രക്ഷ നേടാനതിനു വേണ്ടി ശക്തമായ ആദർശ പ്രബോധനത്തിന് നീ ഞങ്ങളെ കാരണക്കാരാക്കണമേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ. ഞങ്ങൾ നേതാക്കന്മാർക്ക് നീ വിശാല മനസ്കത നൽകണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.